ഇങ്ങനെ അതായത് മനുഷ്യരുടെ ഈ ചില ബലഹീനതകളുണ്ടല്ലോ, ഈ ബലഹീനതകളെ എങ്ങനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന ബുദ്ധിമാന്മാരാണ് ഈ ആപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ജ്യോതിഷം എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം ആപ്പുകൾ യൂസ് ചെയ്യുന്നതും തട്ടിപ്പുകൾ വീഴുന്നതൊക്കെ പ്രായമായ ആൾക്കാരായിരിക്കുന്നു. സത്യം അതല്ല. ഇന്നത്തെ കാലത്ത് ഈ ആപ്പുകളുടെ ഈ ആസ്ട്രോ ടൈപ്പ് ആപ്പുകളുടെ തട്ടിപ്പുകളിൽ വീഴുന്നവരിൽ കൂടുതലും യുവാക്കളാണ് എന്നാണ് മറ്റൊരു സത്യം. മലയാളിയുടെ ഒരു സാമാന്യ ബോധത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇതേ രീതിയിൽ ആസ്ട്രോ ആപ്പ്, ഈ ആസ്ട്രോ ആപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ അവസ്ഥ എന്താ അറിയാമോ? നമ്മൾ ആസ്ട്രോ ആപ്പിലേക്ക് കയറുന്നു, 1 മിനിറ്റ് സമയം അല്ലെങ്കിൽ 2 മിനിറ്റ് സമയം ഫ്രീ ആയിട്ട് നമുക്ക് അതിനകത്ത് ചാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വന്ന് പ്രധാനപ്പെട്ട ഭാഗമായി കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയും റീചാർജ് ചെയ്യുക, നിങ്ങളുടെ സൗജന്യ ചാറ്റിനുള്ള സമയം അവസാനിച്ചിരിക്കുന്നു, ഇനി നിങ്ങൾ റീചാർജ് ചെയ്യാന്ന് പറയും. ഇപ്പോൾ ഒരു ഭർത്താവ്, ഒരു മാനസിക രോഗിയായിട്ടുള്ളൊരു ഭർത്താവ് കയറിയിട്ട് ചോദിക്കുകയാണ്, എൻ്റെ ഭാര്യയ്ക്ക് കാമുകന്മാരുണ്ടോ? ഈ പറയണമെന്ന് ഇരിക്കുക, ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം തുടങ്ങി ഇവന് സംശയം തുടങ്ങൂലേ? ഒരു 50 വയസ്സായിട്ടുള്ള ഒരാൾ ചോദിക്കുകയാണ്, ഞാൻ എപ്പോൾ മരിക്കും? അപ്പോൾ ആസ്ട്രാപ്പ് പറയാതെ ഇരിക്കുക, ഞാൻ 51-ാമത്തെ വയസ്സിൽ മരിക്കും. അവൻ 51-ാമത്തെ വയസ്സിൽ മരിച്ചു പോകും, ടെൻഷൻ അടിച്ച് മരിച്ചു പോകും. എന്തുകൊണ്ടാണ് ഇതുപോലുള്ള പരസ്യങ്ങൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു നോട്ടീസ് മെറ്റയ്ക്ക് നൽകാത്തത്, ഇൻസ്റ്റാഗ്രാമിന് നൽകാത്തത്, യൂട്യൂബിന് നൽകാത്തത്? എല്ലാ സാമൂഹ്യ മാധ്യമങ്ങൾക്കും നോട്ടീസ് കൊടുക്കണമെന്നേ. നമസ്കാരം സർ. ഈ ഡിജിറ്റൽ ലോകത്ത് നമ്മൾ പലതരം തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളൊരു പുതിയ ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ട് നമ്മൾ ഈ ജ്യോതിഷം നോക്കാൻ കണിയന്മാരെ വീട്ടിലൊക്കെ പോയിരുന്നു. പക്ഷെ ഇപ്പം അത് മൊബൈലിൽ കിട്ടും, ആപ്പായിട്ട് കിട്ടും. ഈ ആസ്ട്രോ എന്ന പേരിൻ്റെ ഒപ്പം മറ്റു പല വാക്കുകളും ചേർത്ത് അങ്ങനെ ഒരുപാട് ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നോക്കിയാൽ തന്നെ നമുക്കുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ജ്യോതിഷം എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം ആപ്പുകൾ യൂസ് ചെയ്യുന്നതും തട്ടിപ്പുകൾ വീഴുന്നതൊക്കെ പ്രായമായ ആൾക്കാരായിരിക്കുന്നു. സത്യം അതല്ല. ഇന്നത്തെ കാലത്ത് ഈ ആപ്പുകളുടെ ഈ ആസ്ട്രോ ടൈപ്പ് ആപ്പുകളുടെ തട്ടിപ്പുകളിൽ വീഴുന്നവരിൽ കൂടുതലും യുവാക്കളാണ് എന്നാണ് മറ്റൊരു സത്യം. ഇവരൊരു പ്രധാനമായിട്ടുള്ളൊരു പ്രവർത്തന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിൽ കയറി ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യങ്ങൾ കല്യാണം എപ്പോൾ നടക്കും, അല്ലെങ്കിൽ പങ്കാളിയുടെ പേരെന്തായിരിക്കും, വയസ്സെന്തായിരിക്കും, ഏത് പ്രായത്തിലും നടക്കും. ഇതിൽ ഒരു ഓൾമോസ്റ്റ് രേഖാചിത്രം പോലും വരച്ചു തരുന്ന ആപ്പുകളുണ്ട് പങ്കാളിയുടെ. അപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഒരു 25-30 ഇടയിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഈ ഒരു തട്ടിപ്പിനെ അധികം അങ്ങനെ ആരും അഡ്രസ്സ് ചെയ്ത് കണ്ടിട്ടില്ല. കാരണം ഇവരുടെയൊക്കെ പ്രീമിയം വേർഷൻസിന് അത്യാവശ്യം നല്ല പേയ്മെൻ്റ് ഉണ്ട്. ഒരു 100 രൂപ 150 രൂപ ആണെങ്കിലും അതൊരു 500 പേരോ 1000 പേരോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ലാഭം എത്ര എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. ഇപ്പം ഇങ്ങനത്തെ ഒരു തട്ടിപ്പിനെ പറ്റി അല്ലെങ്കിൽ ഇതുമൂലം ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണി ആപ്പുകൾ അല്ലെങ്കിൽ മണി ലോൺ ആപ്പുകൾ തരുന്ന മാനസിക പ്രശ്നങ്ങൾ എന്താണോ സെയിം പ്രശ്നങ്ങൾ ഇത്തരം ആപ്പുകളിൽ നിന്നും ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സർക്കാരിന് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ സർക്കാർ അത് ചെയ്യുമോ എന്നാണ് അറിയേണ്ടത്. കാരണം സർക്കാരിന് 10 പൈസയുടെ വരുമാനം ഇതിനകത്ത് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, GST അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ GST ഓൾറെഡി വിവരാവകാശം കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ ആസ്ട്രോ ആപ്പുകൾ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന പൈസയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള GST സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ ഏതെങ്കിലും സർക്കാരിന് കിട്ടുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കപ്പെടേണ്ടതാണ്. പിന്നെ ഇതിനകത്തൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മനുഷ്യരുടെ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ക്യൂരിയോസിറ്റി, ഇപ്പം നെക്സ്റ്റ് മൂവ്മെൻറ്റിൽ എന്ത് നടക്കും, അല്ലെങ്കിൽ നാളെ എന്ത് നടക്കും, ഞാൻ സമ്പന്നനായിട്ട് മാറുമോ, ഞാൻ എത്ര ദിവസം കൊണ്ട് സമ്പന്നനായിട്ട് മാറും, എൻ്റെ കടബാധ്യത എത്ര ദിവസം കൊണ്ട് മാറും, എൻ്റെ വിവാഹം എപ്പോൾ നടക്കും, എനിക്ക് എത്ര കാമുകിമാരുണ്ട്, എൻ്റെ കാമുകിക്ക് വേറെ കാമുകനുണ്ടോ, ഇങ്ങനെ അതായത് മനുഷ്യരുടെ ഈ ചില ബലഹീനതകളുണ്ടല്ലോ, ഈ ബലഹീനതകളെ എങ്ങനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന ബുദ്ധിമാന്മാരാണ് ഈ ആപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ആപ്പിൽ അതിനുശേഷം ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായിട്ട് വരുന്ന ആരൊക്കെയെന്ന് അറിയുമോ? ഒന്ന് ആശാ ശരത്ത്, അപർണ മുരളി, ഇങ്ങനെയുള്ള പ്രശസ്തരായിട്ടുള്ള നടിമാരാണ് ഈ പറഞ്ഞ ആപ്പുകളുടെയൊക്കെ ബ്രാൻഡ് അംബാസഡറായിട്ട് വരുന്നത്. ഈ ആശാ ശരത്ത് ഇതിന് മുമ്പും മറ്റൊരു വലിയൊരു ബ്രാൻഡിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് പോയിട്ട് വലിയ പ്രശ്നങ്ങൾ ഈ നാട്ടിലുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ജ്യോത്സ്യം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ്, അതിനെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇതെന്താണിത്? ഇത് മലയാളിയുടെ ഒരു സാമാന്യ ബോധത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇതേ രീതിയിൽ ആസ്ട്രോ ആപ്പ്, ഈ ആസ്ട്രോ ആപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ അവസ്ഥ എന്താ അറിയാമോ? നമ്മൾ ആസ്ട്രോ ആപ്പിലേക്ക് കയറുന്നു, 1 മിനിറ്റ് സമയം അല്ലെങ്കിൽ 2 മിനിറ്റ് സമയം ഫ്രീ ആയിട്ട് നമുക്ക് അതിനകത്ത് ചാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞിട്ട് കൃത്യം 2 മിനിറ്റിലേക്ക്, അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വന്നിട്ട് ആ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയും റീചാർജ് ചെയ്യുക, നിങ്ങളുടെ സൗജന്യ ചാറ്റിനുള്ള സമയം അവസാനിച്ചിരിക്കുന്നു, ഇനി നിങ്ങൾ റീചാർജ് ചെയ്യാന്ന് പറയും. അപ്പോൾ റീചാർജ് ചെയ്തത് 100 രൂപയ്ക്ക് റീചാർജ് ചെയ്യാം, 200 രൂപയ്ക്ക് റീചാർജ് ചെയ്യാം, 150 രൂപയ്ക്ക് റീചാർജ് ചെയ്യാം, 500 രൂപയ്ക്ക് റീചാർജ് ചെയ്യാം. അങ്ങനെ 3000 രൂപയുടെ റീചാർജ് ഓപ്ഷൻ അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് റീചാർജ് ചെയ്ത് കയറിയതിന് ശേഷം എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 100 രൂപ റീചാർജ് ചെയ്ത് വിചാരിച്ചു,
ആ 100 രൂപ 5 മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ ശേഷം പിന്നീട് നമ്മളിങ്ങനെ ചാറ്റ് ചെയ്യും. ഈ ചാറ്റ് ചെയ്ത് 5 മിനിറ്റ് കൊണ്ട് കഴിയുന്നതോടുകൂടി എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അവർ പറയും ഒരു പ്രധാനപ്പെട്ട ഒരു മെയിൻ പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യുന്ന ആ സമയത്ത് എത്തുമ്പോഴത്തേക്ക് എന്ത് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും വീണ്ടും റീചാർജ് ചെയ്യുന്നു പറയും. അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതിങ്ങനെ മനുഷ്യരുടെ ബലഹീനതകളെ ഇങ്ങനെ അങ്ങോട്ട് ഇവർ കൃത്യമായിട്ട് ചൂഷണം ചെയ്യുവാണ് ഈ രാജ്യത്ത്. ഈ ചീട്ടുകളിയുടെയും ഗാംബ്ലിങ്ങിന്റെ ഒക്കെ ഇടയിലിരിക്കുന്ന മനുഷ്യര് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പൈസ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഏകദേശം സെയിം പ്രൊസീജിയർ. തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, കാരണം ഈ ലോകത്ത് ഈ ആപ്പ് പറഞ്ഞ പോലെ പറയുന്ന സമയത്ത് വിവാഹം നടക്കുമോ? ഇവരെന്താണ് ഈ പറയുന്നത്? ഇതെല്ലാം അവിടെ ഇരിക്കുന്ന ആസ്ട്രോളജേഴ്സ് എല്ലാം എന്താ അറിയാമോ, AI ആസ്ട്രോളജേഴ്സാണ്. ഈ AI ആസ്ട്രോളജർ പറയുന്നതൊക്കെ ശരിയാണോ? എത്ര കുടുംബങ്ങളുടെ കലങ്ങും. ഇപ്പോൾ ഒരു ഭർത്താവ്, ഒരു മാനസിക രോഗിയായിട്ടുള്ളൊരു ഭർത്താവ് കയറിയിട്ട് ചോദിക്കുകയാണ്, എൻ്റെ ഭാര്യയ്ക്ക് കാമുകന്മാരുണ്ടോ? ഈ AI പറയാണെന്ന് ഇരിക്കുക, ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം തുടങ്ങി ഇവന് സംശയം തുടങ്ങൂലേ? അല്ലെങ്കിൽ ഭാര്യ കയറി, സംശയ രോഗിയായിട്ടുള്ളൊരു ഭാര്യ കയറിയിട്ട് ഈ ആസ്ട്രോപ്പിൽ കയറിയിട്ട് ചോദിക്കുകയാണ്, എൻ്റെ ഭർത്താവിന് വേറെ കാമുകന്മാരുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഉണ്ട് എന്ന് ആസ്ട്രോപ്പ് പറഞ്ഞു തരിക. പിറ്റേ ദിവസം തുടങ്ങി ഈ പറഞ്ഞ ഈ ഭാര്യയ്ക്ക് ഭർത്താവിന് വല്ല സംശയം തുടങ്ങത്തില്ലേ? അതോടൊപ്പം തന്നെ ഇപ്പോൾ ലവേഴ്സായിട്ടുള്ള ആളുകളുണ്ട്. ഈ ലവേഴ്സായിട്ടുള്ള ആളുകൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, കാമുകന് വേറെ അഫയർ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആസ്ട്രോപ്പ് പറയാണ് ഉണ്ടെന്ന് പറയാണ്. അപ്പോൾ കാമുകി ചോദിക്കുകയാണ്, എൻ്റെ കാമുകനുണ്ടോ? അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ എത്ര ബന്ധങ്ങളവിടെ തകർന്നു പോകും. ഇത് കാരണം ഈ നമ്മുടെ സാമൂഹിക ക്ഷേമ വകുപ്പ് നമ്മുടെ സംസ്ഥാനത്ത് എന്താണ് ചെയ്യുന്നത്? ഇപ്പം സംസ്ഥാന സർക്കാരൊക്കെ എന്തെങ്കിലും കാർഡ് വന്നു കഴിഞ്ഞാൽ, ഫേസ്ബുക്കിൽ വന്നു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ മെറ്റയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇതുപോലുള്ള പരസ്യങ്ങൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു നോട്ടീസ് മെറ്റയ്ക്ക് നൽകാത്തത്, ഇൻസ്റ്റാഗ്രാമിന് നൽകാത്തത്, യൂട്യൂബിന് നൽകാത്തത്? എല്ലാ സാമൂഹ്യ മാധ്യമങ്ങൾക്കും നോട്ടീസ് കൊടുക്കണമെന്നേ. ഇത് കുട്ടികളുടെ കുട്ടികൾ പോയിട്ട് ചോദിക്കുകയാണ്. എല്ലാ ആളുകളുടെയും കയ്യിൽ ഇപ്പോൾ മൊബൈലുണ്ട്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തുടങ്ങി കിടക്കയിൽ കിടക്കുന്ന അപ്പൂപ്പന്മാരുടെയും അമ്മൂമ്മമാരുടെയും കയ്യിൽ വരെ മൊബൈലുണ്ട്. അപ്പോൾ ഒരു അപ്പൂപ്പൻ ചോദിക്കുകയാണെന്ന് ഇരിക്കുക, ഒരു 50 വയസ്സായിട്ടുള്ള ഒരാൾ ചോദിക്കുകയാണ്, ഞാൻ എപ്പോൾ മരിക്കും? അപ്പോൾ ആസ്ട്രോപ്പ് പറയാതിരിക്കുക, ഞാൻ 51ാമത്തെ വയസ്സിൽ മരിക്കും. അവൻ 51ാമത്തെ വയസ്സിൽ മരിച്ചു പോകും. ടെൻഷൻ അടിച്ച് മരിച്ചു പോകും. ഇത് വലിയ മാനസിക പ്രശ്നങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ആസ്ട്രോപ്പ് എന്ന് പറയുന്നത്. ഈ ഇവർ വന്നിട്ട് എന്താ പറയണേ, ഇത് ഫേക്ക് അല്ല, ഇത് ഒറിജിനലാണ്, ഇത് പറയുന്നവരാണ്, ആശാശരത്താണ്. ഇതിൻ്റെ കച്ചവടം നിസ്സാര കച്ചവടമൊന്നുമല്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ തോമസ് കുറച്ച് മുമ്പ് പറഞ്ഞു 500-1000 പേര് ഇൻസ്റ്റാൾ ചെയ്താലെന്ന്. നമ്മൾ ആ ആപ്പിൽ തന്നെ നോക്കുമ്പോൾ 1 മില്യന് മേളിൽ ആളുകൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. 1 മില്യൺ എന്ന് പറയുമ്പോഴത്തെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. 1 മില്യൺ എന്ന് വെച്ചാൽ 10 ലക്ഷമാണ്. 10 ലക്ഷം ഇൻറ്റു 100 എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. 10 ലക്ഷം ഇൻറ്റു 100 എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് 10 കോടി രൂപയായോ? അതിനകത്തൊരു 10 ലക്ഷം ആയിരിക്കും ഇവർക്ക് കൊടുത്തിട്ടുണ്ടാവുക. സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെൻറ്റിന് ഒരു 20 ലക്ഷം രൂപ ആയിട്ടുണ്ടാവും. 10 ലക്ഷം ആളുകളെ നമ്മുടെ നാട്ടിൽ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഉപഭോക്തൃ കോടതിക്കൊക്കെ ഇടപെടാൻ പറ്റിയ ഒരു വിഷയമല്ല. അല്ല, ഉപഭോക്തൃ കോടതിക്ക് മാത്രമല്ല, ഇത് സംസ്ഥാന സർക്കാർ ഇടപെടണം. അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷൻ വേണമെങ്കിൽ ഇതിനകത്ത് ഇടപെടാൻ വേണ്ടി പറ്റും. ശിശുക്ഷേമ സമിതിക്ക് ഇതിനകത്ത് ഇടപെടാൻ വേണ്ടി പറ്റും. കാരണം ഇതെന്താ വെച്ചാൽ കുട്ടികളുടെയും യുവാക്കളുടെയും ഉൾപ്പെടെയുള്ള ആളുകളുടെ മാനസികാവസ്ഥയെ തകർത്ത് കളയുന്നതാണ്. കഴിഞ്ഞ ആഴ്ച പാൻ മസാല പരസ്യത്തിൽ അഭിനയിച്ചതിന് ബോളിവുഡ് നടന്മാർക്കെതിരെ കേസ് വന്നിരുന്നു. സമാനമായൊരു വിഷയം തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇതിനകത്ത് സംസ്ഥാനത്തെ പോലീസ് ഇതിനെതിരെ ആക്ഷൻ ടേക്കപ്പ് ചെയ്യേണ്ടതാണ്. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയൊക്കെയാണ് ആഭ്യന്തരമന്ത്രി. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിലേക്ക് ഒന്ന് അലേർട്ട് ആവേണ്ടതുണ്ട്. ഇത് നിസ്സാരമായിട്ടുള്ള തട്ടിപ്പല്ല. അതുകൂടാണ്ട് തന്നെ വേറൊരു ആപ്പ് ഞാൻ കണ്ടു. പണ്ട് ഈ മനോരമയുടെ മാസിക ഉണ്ടായിരുന്നു. ഈ മാസികയ്ക്കകത്ത് നോവലുകളൊക്കെ ഉണ്ടാവുമായിരുന്നു. ഈ നോവലുകളുടെ തുടരും എന്ന് പറയും. ആ തുടരും എന്ന് പറയുമ്പോഴത്തേക്ക് അവളുമായി റൂമിലേക്ക് കയറി കഥ കടച്ചു. അതിനുശേഷം അവൻ്റെ ബലിഷ്ഠമായ കരങ്ങൾ ഇത്രയും പറഞ്ഞു വയ്ക്കും. അപ്പോഴത്തേക്ക് മലയാളിക്ക് ക്യൂരിയോസിറ്റിയാണ്. പിന്നെ അടുത്ത ആഴ്ച ഈ വാരിക വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും എന്ന് പറഞ്ഞ മാതിരിയുള്ള കുറേ ആപ്പുകളുണ്ട്. ഈ സ്റ്റോറി ടെല്ലിംഗ് ആപ്പുകൾക്കകത്ത് പൊതുസമൂഹത്തോട് പറയുന്നത് എന്താണ്? ഇതെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആളുകൾ കണ്ടിരുന്നു പോകും. ഇതിനകത്ത് ആളുകൾ പറയുന്നത് എന്താണ്? ഭർത്താവ് ഒരു വീട്ടിൽ ജോലിക്കാരനായിട്ട് ജീവിക്കുന്നു. ആ ജോലിക്കാരനായിട്ട് ജീവിക്കുന്ന ഭർത്താവിനെ ആ ഭാര്യ വീട്ടുകാരെല്ലാവരും കൂടി ഭയങ്കരമായിട്ട് മർദ്ദിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഭാര്യ വേറെ ഒരാളുടെ കൂട്ടത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് പിടിക്കുന്നു. ആ ഹോട്ടൽ മുറിയിൽ വെച്ച് പിടിക്കുന്ന ആളെ പിന്നീട് ഈ ഭാര്യ വീട്ടിലേക്ക് കൊണ്ടിരുന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ആൾ ഏതൊരു കമ്പനിയുടെ DGM ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയും. അത് കഴിഞ്ഞതിന് ശേഷം അയാളുടെ മുതലാളിയായിരിക്കും ഈ വേലക്കാരനായിട്ട് നിൽക്കുന്ന കക്ഷി. അത് കഴിഞ്ഞിട്ട് ഇത് പറയുന്ന കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ 1 ലക്ഷം കോടി ഞാൻ ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടും, അല്ലെങ്കിൽ വലിയ ഹോട്ടലിൻ്റെ
ഇത്ര ശതമാനം ഷെയർ ഞാൻ നിനക്ക് തന്നു, നീ ഞാൻ ഇട്ടിട്ട് പോകണം. ഇതൊക്കെ മലയാളിയുടെ സാമാന്യ ബോധത്തെ ചോദ്യം ചെയ്യുന്നതല്ലേ? നമ്മുടെ യുവതലമുറയുടെ മനസ്സിലേക്കല്ലേ ഇതൊക്കെ ഇട്ടുകൊടുക്കുന്നത്? ഇതൊക്കെയാണോ ജീവിതം എന്ന് പറയുന്നത്? ഇതിനെതിരെയൊക്കെ ശക്തമായിട്ട് ഇവിടെ പ്രതികരിക്കേണ്ടതല്ലേ? അതല്ലാതെ പരസ്യം, സോഷ്യൽ മീഡിയയ്ക്ക് പരസ്യം കിട്ടും, ആയിക്കൊള്ളട്ടെ. സോഷ്യൽ മീഡിയയ്ക്ക് വേറെ വരുമാന മാർഗ്ഗങ്ങളുണ്ടല്ലോ, ഒരുപാടുണ്ടല്ലോ. ഇതുപോലുള്ള തട്ടിപ്പുകൾ എന്തിനു പ്രൊമോട്ട് ചെയ്യണം? ഇതുപോലുള്ള തട്ടിപ്പുകൾ എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? മൊറാലിറ്റിയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഈ ഇത്തരം കഥകളൊക്കെ പോകുന്നത്. അല്ലെ, തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് ബഹുരാഷ്ട്ര കുത്തകകൾ നമ്മുടെ സാമാന്യ ബോധത്തെ വേറെ ഒരു ദിശയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളി ചെയ്യുന്ന കാര്യങ്ങളാണോ എന്ന് നമ്മൾ സംശയിക്കണം. കാരണം ഇന്ത്യയിൽ മാത്രമാണ് ഇത്രയും ആളുകൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. വിദേശ രാജ്യത്തൊന്നും ഇതിൻ്റെ പകുതി ആളുകൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കത്തില്ല. നമ്മുടെ ഈ രാജ്യത്തെ ഇങ്ങനെ മൊബൈലിന് അഡിക്റ്റ് ആക്കിയിട്ടിരിക്കുകയാണ്. ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്താണ് ഇതുപോലുള്ള കഥകൾ കേട്ടുകൊണ്ട് നമ്മളിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ ആസ്ട്രോളജറോട് ആസ്ട്രോ ആപ്പിലേക്ക് നമ്മൾ ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് ഞാൻ അടുത്ത പരീക്ഷയിൽ വിജയിക്കുമോ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ നിരാശനാകത്തില്ലേ? ഏറ്റവും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കും ഒരു പക്ഷേ. അതല്ലെങ്കിൽ എനിക്ക് എൻ്റെ സാമ്പത്തിക നില മെച്ചപ്പെടുമോ? ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ചു നോക്കി. ഈ ലോല ഹൃദയരൊക്കെ പെട്ടെന്ന് ഇങ്ങനത്തെ സാധനങ്ങളിൽ വീണു. ലോല ഹൃദയരായിട്ടുള്ള ആളുകളെ കേരളത്തിലുള്ളൂ ഒരു പരിധി വരെ. എല്ലാവരും, അതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത് കേരളത്തിലാണ്. മറ്റൊരു സംസ്ഥാനത്ത് നടക്കാത്ത രീതിയിലുള്ള തട്ടിപ്പാണ് സാക്ഷരതയിൽ 100% ഉണ്ട് എന്ന് പറയുന്ന ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇതുപോലുള്ളൊരു ആപ്പ്, അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പാടുണ്ടോ? അതിനെതിരെയൊക്കെ ശക്തമായിട്ട് നമ്മുടെ വകുപ്പുകൾ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? പോലീസിന് വേണ്ടി നടപടി സ്വീകരിച്ചുകൂടെ? ഇതിന് നമ്മുടെ ഇവിടെ കുറേ പൊതുപ്രവർത്തകരുണ്ട്, സാംസ്കാരിക പ്രവർത്തകരുണ്ട്. അവർ പോലും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ലോൺ ആപ്പുകൾക്കെതിരെ സ്വീകരിക്കുന്ന സമാനമായ നടപടി അതേ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ചെയ്യാവുന്നതല്ലേ? ലോൺ ആപ്പിനേക്കാൾ വലിയ ഭീകരമാണിത്. ഈ ആപ്പ് മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി നമ്മുടെ മൊബൈലിലെ ആക്സസ് മൊത്തത്തിൽ ഈ പറഞ്ഞ ആപ്പിന് കിട്ടുന്നുണ്ട്. ഇതൊരു ഡാറ്റ കളക്ഷനും കൂടെയാണിത്. ഈ 10 ലക്ഷം ആളുകളുടെ മുഴുവൻ ഡാറ്റയും ഇപ്പം ഈ ആസ്ട്രോ കമ്പനിയുടെ കൈവശമുണ്ട്. അത് മറ്റൊരു രീതിയിൽ വിൽക്കും. ഇപ്പം നമ്മൾക്കൊക്കെ ഇടയ്ക്ക് ചില ഫോൺ കോൾസ് വരാറില്ലേ? അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, ഈ ഡാറ്റ കച്ചവടത്തിൻ്റെ ഭാഗമാണ്. അതുകൂടാണ്ട് പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമല്ലോ. ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമ്പോഴത്തേക്ക് ഇത് നേരത്തെ മുതലുണ്ടായി, ഈ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഈ രോഗമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഈ റിജക്റ്റ് ആവാറുണ്ട്. ഈ മെഡിക്ലെയിം ഒക്കെ റിജക്റ്റ് ആവാറുണ്ട്. അതിന് കാരണം എന്താ അറിയോ? ഇതുപോലുള്ള ആപ്പുകൾ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് ആ ആപ്പിൽ നമ്മുടെ മൊബൈലിൽ കിടക്കുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവരെടുക്കും. ഇപ്പം നമ്മളൊരു സാധനം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വെച്ചു, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫേസ്ബുക്ക് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുക, പിന്നെ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പോൾ ഇതൊക്കെ ആളുകൾ മനസ്സിലാക്കിയിരിക്കണം. അതല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന വലിയ വിപത്താണ്. നമ്മളുടെ മനസ്സിനെ നമ്മൾ ഈ കെട്ടുകഥകളിലേക്കും ഈ ആസ്ട്രോ ആപ്പിലൊന്നും കൊണ്ടുപോയി അടിമ വെക്കേണ്ടതല്ല. നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു വ്യക്തിത്വം വേണ്ടേ? അത് നമ്മൾ നല്ല പുസ്തകങ്ങളിലൂടെ, നല്ല പ്രഭാഷണങ്ങളിലൂടെ ഒക്കെ വേണം നമ്മളത് വളർത്തിയെടുക്കാനായിട്ട്. പണ്ട് സുകുമാർ അഴീക്കോടിനെ പോലെയൊക്കെയുള്ള ഒരുപാട് പ്രഭാഷകരുണ്ടായിരുന്നു. അവരാണ് നമ്മുടെ പൊതുബോധത്തെ ഇവിടെ വളർത്തിക്കൊണ്ട് വന്നത്. എന്നാൽ ഇന്ന് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത കുറേ മാധ്യമ പ്രവർത്തകരും കുറേ ഇൻഫ്ലുവൻസേഴ്സും നമ്മുടെ പൊതുസമൂഹത്തെ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഒരു വലിയ വിഷയമായിട്ട് ചിന്തിക്കേണ്ടതാണ്. സംസ്ഥാന സർക്കാർ ഈ ആസ്ട്രോ ആപ്പിനെതിരെയും ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായിട്ട് വന്നിരിക്കുന്ന ഈ പ്രശസ്തരായിട്ടുള്ള ആളുകൾക്കെതിരെയും കർശനമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്.